പതിനെട്ടര കവികളിൽ അരക്കവി ആരാണ്? പുനം നമ്പൂതിരിയാണ് പതിനെട്ടര കവികളിൽ അരക്കവി. പതിനെട്ടര കവികളിൽ അരക്കവി പുനം നമ്പൂതിരിയാണ്. 2021 വയലാർ അവാർഡ് നേടിയ ബെന്യാമിൻ്റെ നോവൽ ഏതാണ്? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ആണ് 2021 വയലാർ അവാർഡ് നേടിയ ബെന്യാമിൻ്റെ നോവൽ. 2021 വയലാർ അവാർഡ് നേടിയ ബെന്യാമിൻ്റെ നോവൽ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ആണ്. കുഞ്ഞോനാച്ചൻ ഏത് നോവലിലെ കഥാപാത്രമാണ്? അരനാഴിക നേരം എന്ന നോവലിലെ കഥാപാത്രമാണ് കുഞ്ഞോനാച്ചൻ. കുഞ്ഞോനാച്ചൻ അരനാഴിക നേരം എന്ന നോവലിലെ കഥാപാത്രമാണ്. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ 2 കേരളീയ ദൃശ്യകലകൾ ഏതെല്ലാമാണ്? കൂടിയാട്ടം, മുടിയേറ്റ് എന്നിവയാണ് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ 2 കേരളീയ ദൃശ്യകലകൾ. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ 2 കേരളീയ ദൃശ്യകലകൾ കൂടിയാട്ടം, മുടിയേറ്റ് എന്നിവയാണ്. കഥകളിയിൽ മുദ്രകൾ സ്വീകരിച്ചിരിക്കുന്നത് ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ്? ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് കഥകളിയിൽ മുദ്രകൾ സ്വീകരിച്ചിരിക്കുന്നത്. കഥകളിയിൽ മുദ്രകൾ സ്വീകരിച്ചിരിക്കുന്നത് ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. മാപ്പിളപ്പാട്ടിൽ പ്രാസത്തിന് പറയുന്ന പേരെന്താണ്? കമ്പി എന്നാണ് മാപ്പിളപ്പാട്ടിൽ പ്രാസത്തിന് പറയുന്ന പേര്. മാപ്പിളപ്പാട്ടിൽ പ്രാസത്തിന് പറയുന്ന പേര് കമ്പി എന്നാണ്. ആദ്യമായി സിനിമയാക്കിയ മലയാള നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ് ആദ്യമായി സിനിമയാക്കിയ മലയാള നോവൽ. ആദ്യമായി സിനിമയാക്കിയ മലയാള നോവൽ മാർത്താണ്ഡവർമ്മയാണ്. ഞാനെന്ന ഭാവം എന്ന നോവൽ രചിച്ചതാരാണ്? രാജലക്ഷ്മിയാണ് ഞാനെന്ന ഭാവം എന്ന നോവൽ രചിച്ചത്. ഞാനെന്ന ഭാവം എന്ന നോവൽ രചിച്ചത് രാജലക്ഷ്മിയാണ്. ഉത്തരാസ്വയംവരം എന്ന ആട്ടക്കഥ രചിച്ചതാരാണ്? ഇരയിമ്മൻ തമ്പിയാണ് ഉത്തരാസ്വയംവരം എന്ന ആട്ടക്കഥ രചിച്ചത്. ഉത്തരാസ്വയംവരം എന്ന ആട്ടക്കഥ രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. കേരള പാണിനീയ ഭാഷ്യം എന്ന കൃതിയുടെ രചയിതാവാരാണ്? CL ആൻ്റണിയാണ് കേരള പാണിനീയ ഭാഷ്യം എന്ന കൃതിയുടെ രചയിതാവ്. കേരള പാണിനീയ ഭാഷ്യം എന്ന കൃതിയുടെ രചയിതാവ് CL ആൻ്റണിയാണ്. ഐത്തോച്ചാടനം ലക്ഷ്യമാക്കി നടന്ന ആദ്യ സത്യാഗ്രഹ സമരം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ് ഐത്തോച്ചാടനം ലക്ഷ്യമാക്കി നടന്ന ആദ്യ സത്യാഗ്രഹ സമരം. ഐത്തോച്ചാടനം ലക്ഷ്യമാക്കി നടന്ന ആദ്യ സത്യാഗ്രഹ സമരം വൈക്കം സത്യാഗ്രഹമാണ്. MT വാസുദേവൻ നായർ രചിച്ച നാടകമേതാണ്? ഗോപുരനടയിൽ ആണ് MT വാസുദേവൻ നായർ രചിച്ച നാടകം. MT വാസുദേവൻ നായർ രചിച്ച നാടകം ഗോപുരനടയിൽ ആണ്. ഗൗരി എന്ന കഥ രചിച്ചതാരാണ്? T പത്മനാഭനാണ് ഗൗരി എന്ന കഥ രചിച്ചത്. ഗൗരി എന്ന കഥ രചിച്ചത് T പത്മനാഭനാണ്.